ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ഇവർ ഇനിയും പുറത്തു നിർത്തിയിട്ട് കാര്യമില്ല അർജുൻ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയും ഈ കൂടി നിൽക്കുന്ന ആളുകളെയും നമ്മൾ കുറച്ചു നേരത്തേക്ക് മറക്കേണ്ടിയിരിക്കുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അർജുനൊരു ടെൻഷനോടെ ചോദിച്ചു. ഇവന്മാർ അകത്തേക്ക് കയറ്റി വിട്. ഇപ്പൊ പ്രൊട്ടക്ഷൻ വേണ്ടത് ഉള്ളിലുള്ളവർക്കാണ്. സോ ഫാസ്റ്റ്. അർജുൻ വേഗം തന്റെ ഗാർഡ്സ് നിൽക്കുന്നിടത്തേക്ക് പോകുമ്പോൾ ശ്രേഷ്ഠവ് പെട്ടെന്ന് ഫോണെടുത്ത് ആരെയോ വിളിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ആളും മാരവും തിങ്ങി നിറഞ്ഞ വീടിപ്പോൾ തീർത്തും മൂകത്ത് നിറഞ്ഞു നിൽക്കുന്നു. സന്തോഷത്താലും കളിച്ചിരിയാലും നിറഞ്ഞു നിന്നവർ വെങ്ങിപ്പോട്ടുന്നു. സിന്ധു കരഞ്ഞു തളർന്ന് ബെഡിൽ കിടക്കുമ്പോൾ രാഘവന്റെ അടുത്തിരുന്ന് അവരാൽ കഴിവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചുറ്റും കൂടിയുന്നവർ പരസ്പരം എന്തൊക്കെയോ മുറുമുറുക്കുന്നുണ്ട്. നീ എന്താ ചെക്ക ഈ ഫോണും പിടിച്ച് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നത്? ഒന്നെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കും, ഇല്ലെങ്കിൽ താഴേക്ക് വാ. ദേ എല്ലാരും നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ചെന്തന മുന്നിൽ നിൽക്കുന്ന മാധവനെ നോക്കി അല്പം ഗൗരവത്തിൽ പറയുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവൻ കയ്യിലിരിക്കുന്ന ഫോണിലാണ്. ഇന്ന് കൂടെ ആ കൊച്ചു അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെടാ. നാളെ മുതൽ അത് നിന്നെ സഹായിക്കാനുള്ളതല്ലേ. ദേ ഒരുമാതിരി വർത്താനം പറയില്ലമ്മ. അമ്മ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞാൻ അവളവിടെ കൊണ്ടുവരുന്നത് കൊല്ലാനാണെന്ന്. അവൻ അവർക്ക് നേരെ മുഖം വീർപ്പിക്കുമ്പോൾ ചന്ദ്രൻ അത് കണ്ടൊന്ന് പുഞ്ചിരിച്ചു. അല്ല ഇപ്പൊ എന്ത് പറ്റി? ഈ ദേഷ്യത്തിന്റെ കാരണം ഒന്ന് പറയോ? അവർ അവൻക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് അത് സീൻ ചെയ്യുന്നില്ല. അർജുനെ വിളിച്ചപ്പോൾ അവൻ കോൾ എടുക്കുന്നില്ല. ആകെ എന്തോ ഒരു വീർപ്പുമുണ്ടൽ പോലെ. അത് കേട്ട് ചന്ദന അവനെ ഒന്ന് നോക്കി. കാരണം അവന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഉള്ളിലെ ടെൻഷൻ മുഴുവൻ. എന്റെ ചെക്ക, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ. എടാ, ഇന്നത്തെ ദിവസം അവിടെയുള്ളവർക്കൊന്നും നിന്ന് തിരിയാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമാണോ? അതിന് അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഇല്ലേ? ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ആ കുട്ടി എങ്ങനെയാ ഫോൺ നോക്കി നിൽക്കുന്നത്? അത് മാത്രല്ല, ഫോൺ അവളുടെ കയ്യിൽ കാണുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അപ്പൊ പിന്നെ അർജുനോ? ഉടനടി മാധവന്റെ അടുത്ത ചോദ്യവും വന്നു. എന്റെ പൊന്നെ, എടാ മോളുടെ അച്ഛനെ വയ്യാത്തതൊക്കെയല്ലേ അർജുന് വേണ്ട മുന്നിൽ നിന്ന് എല്ലാം നടത്തി കൊടുക്കാൻ? അവൻ പേര് കേട്ട സിനിമ നടനാണെന്ന് കരുതി കുടുംബം മറക്കാൻ പറ്റുമോ? ഒരേട്ടന്റെ സ്ഥാനത്ത് നിൽക്കാനുള്ളത് അവനല്ലേ? അവര് ഗൗരവത്തോടെ അത് പറയുമ്പോൾ പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല മാധവന്. നീയേ അതും ഇതും ആലോചിക്കാതെ താഴേക്ക് വരാൻ നോക്കിയേ. എന്റെ കല്യാണമല്ല എല്ലാവർക്കും മുന്നിൽ ചെന്ന് നിൽക്കാൻ. വാ ഇങ്ങോട്ട്. അവർ ബലമായി അവനെയും പിടിച്ചുകൊണ്ട് താഴേക്ക് പോയി. വെറും നിലത്ത് കരഞ്ഞു തളർന്നിരിക്കുകയാണ് ധനു. അവൾക്കടുത്തായി അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പവിത്രയുണ്ടെങ്കിലും അവരുടെ തലോടലൊന്നും അവൾക്കപ്പോൾ ആശ്വാസമായിരുന്നില്ല. എന്തിനാ അമ്മയും മോളും കൂടെ ഇവിടെ ഇരുന്ന് മോങ്ങുന്നത്? നിന്റെയൊക്കെ ആരെങ്കിലും ചാകാൻ കിടക്കുവാണോടി? റൂമിലേക്ക് വന്ന ശിവദാസ് മുന്നിലെ കാഴ്ചയിൽ ദേഷ്യം കൊണ്ട് പിറക്കുമ്പോൾ ധനുവും പവിത്രയും ഞെട്ടലോട് എഴുന്നേറ്റു. ദേ, രണ്ടാളോടും ഞാനൊരു കാര്യം പറയാം. എന്റെ കൂടെ നിന്ന് എന്നെ തോൽപ്പിക്കാനാ രണ്ടിന്റെ ഈ ഭാവെങ്കിൽ വെച്ചേക്കില്ല ഞാൻ. സർവവും തകർന്നാ ഞാനിവിടെ നിൽക്കുന്നത്. അതോർത്തോ രണ്ടും. അത്രയും പറഞ്ഞ അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ പവിത്ര വേഗം വരുന്നേർന്നും വേഗത്തിൽ എഴുന്നേറ്റു. ഈ പാപങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിങ്ങൾ എന്താ നേടാൻ പോകുന്നത്? സ്വന്തം മകൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? അത് കേട്ടയാൾ പൂച്ചത്തോടൊന്ന് ചിരിച്ചു. നല്ലവന്റെ പട്ടം അലങ്കരിച്ചിരുന്നപ്പോ ഈ ശിവദാസ് എന്ത് നേടി? സ്വന്തം ബുദ്ധി കൊണ്ടും അധ്വാനം കൊണ്ടും കെട്ടിപ്പടുത്തതെല്ലാം അവന്മാര് കൊണ്ടുപോയി. എന്റെ മകളുടെ ജീവിതവും തകർത്തു. എങ്ങനെയൊക്കെയോ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നൊന്ന് പച്ച പിടിച്ചപ്പോ അതും കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം ഞാൻ ക്ഷമിച്ചു നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ വീണ്ടും വീണ്ടും എന്റെ കുഞ്ഞിന്റെ ജീവിതവും മാനവും തകർക്കാൻ നോക്കിയവരെ വെറുതെ വിടില്ല ഞാൻ. ഇപ്പൊ ചെയ്തതൊക്കെ എന്റെ മാത്രം ശരികളാ. എനിക്ക് എന്റെ മകളുടെ ജീവിതം നോക്കണം. അവന് ഞാൻ വാണിങ് കൊടുത്തതാ. പക്ഷെ പുച്ഛം, ഇതുകൊണ്ടൊന്നും ഈ ശിവദാസ അടങ്ങില്ല. നോക്കിക്കോ നിങ്ങള്. കലിയോടെയാൾ പുറത്തേക്ക് പായുമ്പോൾ പവിത്ര കണ്ണുനീരോടെ ചുമരിലേക്ക് ചാരി നിന്നു. ധനിരികയ്യാലും മുഖം പൊത്തി പൊട്ടിക്കരയുമ്പോൾ എങ്ങനെയും തൻ്റെ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് നമുക്ക് തോന്നി. അശ്വതി വിളമ്പിക്കൊടുത്ത ആഹാരവും കഴിച്ച് ഡൈനിങ് ടേബിളിന്റെ സൈഡിലിരിക്കുമ്പോഴാണ് ആരവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ രക്ഷയുടെയും കുഞ്ഞിന്റെയും മുഖം കണ്ട് ആരവും മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം കോൾ അറ്റൻഡ് ചെയ്ത് അവൻ കാതോരം ചേർത്തു. പറടോ. എന്നാൽ മറു സൈഡിൽ നിന്നും കേട്ട വാർത്തയിൽ ആരവ് ഒരു നിമിഷം തരിച്ചിരുന്നു പോയി. എന്താടാ? അവന്റെ മുഖത്ത് പ്രകടമായ ഞെട്ടിൽ കണ്ട അശ്വതി കാര്യം തിരക്കിയെങ്കിലും ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ആരവ്. സ്വബോധം വീണ്ടെടുത്ത് അവൻ വേഗത്തിൽ എഴുന്നേറ്റ് വാഷ് ബേസിന്റെ അടുത്തേക്ക് കൂടി.
ഈ നേരമാണ് വർഷയും മാനന്ദ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നത്. ആരോ, നീ പേടിപ്പിക്കാതെ കാര്യമൊന്ന് പറയേ, മോള് വിളിച്ച് എന്താ പറഞ്ഞത്? അശ്വതി അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ട് വീണ്ടും കാര്യം ചോദിച്ചു. ഒരു നിമിഷം മൗനം പാലിച്ച ആരവ് കാര്യം അവരോട് തുറന്നു പറയുമ്പോൾ അശ്വതി ഞെട്ടിലോടെ നിന്നുപോയി. ഒരു നിമിഷം ആരവിന്റെ കണ്ണുകൾ വർഷയിലും തന്റെ അച്ഛനിലും വന്ന് തറഞ്ഞു നിൽക്കുമ്പോൾ വർഷയുടെ മുഖത്ത് പകപ്പായിരുന്നുവെങ്കിൽ ആനന്ദിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഭാവമായിരുന്നു. അവൻ അവർക്ക് അരികിലേക്ക് ചുവടുകൾ വെച്ചു. ഈ കൊടുംപാതകത്തിൽ നീയും നിന്റെ തന്തയുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിങ്ങൾ കാണുന്നത് ഈ ആരവിനെ ആകില്ല, ഓർത്തോ? വർഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കാറിന്റെ കീയും ഫോണും എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വർഷപ്പോഴും ഞെട്ടലോടെ അതേ നിൽപ്പായിരുന്നു. ICUവിന് മുന്നിൽ അക്ഷമരായി നിൽക്കുകയാണ് അർജുനും ശ്രേഷ്ഠവും മാരവും ഒക്കെ. അർജുൻ ആരെയും നോക്കാതെ ചുമരിൽ ചാരി കണ്ണുകളടച്ച് നിൽക്കുമ്പോൾ നെറ്റിയിലെ മുറിവിൽ നിന്നും എപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. സംഘർഷം നിറഞ്ഞ മണിക്കൂറുകൾക്കൊടുവിൽ ICUവിന്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ അർജുൻ അതിവേഗത്തിൽ അയാൾക്ക് അടുത്തേക്ക് പോയി. ഡോക്ടർ? കൂടുതലൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല അവന്. സോറി സർ, ആ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ പോയിസൺ കുട്ടിയുടെ ശരീരം മുഴുവൻ ബാധിച്ചിരുന്നു. അതുമാത്രമല്ല ആന്തരികാവയവങ്ങളിൽ പോലും അത് പറന്നുപോയി. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ട്രൈ ചെയ്തു, ബട്ട് ഷീസ് നോ മോർ. അയാൾ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ പുറകിൽ നിന്നും എന്തോ വീഴുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അർജുൻ കാണുന്നത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന മാളവിനെയാണ്. അവൻ നിമിഷനേരം കൊണ്ട് അവൾക്ക് അരികിലേക്ക് പാഞ്ഞു. മണിക്കൂറുകൾക്ക് മുന്നേ നടന്നത്. ഹെയർ ടൈം ഈസ് ഓവർ. അർജുൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കിയ ശ്രേഷ്ഠവ് കണ്ടത് ഈ മെസ്സേജ് ആയിരുന്നു. അർജുൻ, നീ വാ. ശ്രേഷ്ഠവ് വേഗം അവൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് പാഞ്ഞു. ഇനിയും പുറത്തു നിർത്തിയിട്ട് കാര്യമില്ല അർജുൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും ഈ കൂടി നിൽക്കുന്ന ആളുകളെയും നമ്മൾ കുറച്ചു നേരത്തേക്ക് മറക്കേണ്ടി വരും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അർജുനൊരു ടെൻഷനോടെ ചോദിച്ചു. ഇവന്മാരകത്തേക്ക് കയറ്റിവിടും. ഇപ്പൊ പ്രൊട്ടക്ഷൻ വേണ്ടത് ഉള്ളിലുള്ളവർക്കാണ്, എക്സ്പെഷ്യലി മാളവികക്കും മായാമികക്കും. സോ ഫാസ്റ്റ്. അർജുൻ വേഗം തന്റെ ഗാർഡ്സ് നിൽക്കുന്നിടത്തേക്ക് പോകുമ്പോൾ ശ്രേഷ്ഠവ് പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. എന്നാൽ പെട്ടെന്നാണ് അവരിരുവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളിൽ നിന്നും ആരുടെയൊക്കെ ബഹളവും കരച്ചിലും കേൾക്കുന്നത്. ഒരു നിമിഷം അർജുനും ശ്രേഷ്ഠവും തമ്മിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കേറി. ഉള്ളിലേക്ക് കയറിയവർ കണ്ട കാഴ്ചയിൽ കാലുകൾ ഉറച്ചതുപോലെ നിന്നുപോയി. ഹാളിൽ നിന്നും അകത്തേക്ക് കയറുന്നതിന് ഡോർ സൈഡിലായി നിൽക്കുന്ന മായുവിന്റെ കഴുത്തിൽ സിറിഞ്ച് കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മാസ്ക് ഉള്ളത് കൊണ്ട് അവന്റെ മുഖം വ്യക്തമല്ല. അയ്യോ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ, ആരെങ്കിലും എന്റെ കുഞ്ഞിനൊന്ന് രക്ഷിക്ക്. സിന്ധു പേടികൊണ്ട് കരഞ്ഞു തുടങ്ങുമ്പോൾ ശ്രീധരൻ എന്താണെന്ന് അറിയാതെ നിന്നുപോയി. അയാൾക്ക് എന്ത് ചെയ്യണമെന്നൊരു ഊഹവും ഇല്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അനുഭവപ്പെട്ട അവസ്ഥയിൽ പതറിപ്പോയത്. അർജുൻ, എന്താ നോക്കി നിൽക്കുന്നേ? എന്റെ അനിയത്തി, എന്തെങ്കിലും ഒന്ന് ചെയ്യ അർജുൻ. തന്റെ ഞെട്ടൽ വിട്ട് മാറിയതും ആള് വേഗം അർജുന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അർജുൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ശ്രേഷ്ഠവനെ നോക്കി. അർജുൻ, ബി കെയർഫുൾ. തന്റെ കണ്ണുകളൊന്ന് അടച്ച് തുറന്നുകൊണ്ട് അർജുൻ മെല്ലെ മുന്നോട്ട് നടന്നു. അതിനനുസരിച്ച് അയാൾ മൈവിനെയും കൊണ്ട് പുറകിലേക്കും. ശബ്ദമില്ലാതെ അവൾ കരയുമ്പോൾ പേടികൊണ്ട് ശരീരം മരവിച്ചു പോയിരുന്നു. ശബ്ദം പുറത്തേക്ക് വരാതെ പൊട്ടിക്കരയുന്നവളെ കണ്ട് മാളുവിന്റെ ചങ്ക് പിടഞ്ഞു. അവൾ വാപൊത്തി കരഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചുപോയി. കണ്ടു നിൽക്കാൻ പോലും ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. സന്തോഷം നിറഞ്ഞാടിയ നിമിഷങ്ങൾക്ക് വിരാമം വീഴുമ്പോൾ ദുർഘടം പിടിച്ച നിമിഷങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചു. ലീവ് മീ ഹിയർ. അർജുൻ അവനിൽ കണ്ണുകൾ ഉറപ്പിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിലായി ഗൗരവത്തോടെ പറയുമ്പോൾ അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞത് പുച്ഛമായിരുന്നു. സോറി അർജുൻ. അത് പറയുന്നതിനൊപ്പം അവൻ ആ സിറിഞ്ച് മയുവിന്റെ ഇടത് കഴുത്തിലേക്ക് കുത്തിയിറക്കി. ആ ഒരു നിമിഷം ഭൂമി പോലും നിശ്ചലമായി പോയി. മയുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വരുമ്പോൾ അവൾ ആകെ കിടന്ന് പിടഞ്ഞു. യു ബ്ലഡി ബാസ്റ്റർഡ്. പിടഞ്ഞുകൊണ്ട് മയു നിലത്തേക്ക് വീഴാനൊരുങ്ങവേ അർജുൻ അവളെ കയ്യിൽ താങ്ങിക്കൊണ്ട് പുറത്തു നിൽക്കുന്നവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ശ്രേഷ്ഠവും. അർജുന്റെ ആ ഒറ്റ വിളിയിൽ ശ്രേഷ്ഠവും അവന്റെ ആളുകളും അർജുന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ശ്രേഷ്ഠവ് വേഗം മയുവിനെ കയ്യിലേക്ക് വാങ്ങി പുറത്തേക്ക് പായുമ്പോൾ ഞെട്ടിലോടെ നിന്ന് ആകാശം അവന്റെ പിന്നാലെ ഓടി. സിന്ധുവും ആളവും അപ്പോൾ എന്താ ചുറ്റും നടക്കുന്നെന്ന് അറിയാതെ തറഞ്ഞു നിന്നുപോയി. സിന്ധു ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണതും ശ്രീധരൻ കണ്ണീരോടെ അവരെ താങ്ങിയെടുത്തു. മാള ചുവരിലൂടെ ഓർന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. നിലത്തേക്ക് വീണവനെ അർജുൻ തൂകിയെടുത്ത് അടിനാഭി നോക്കി പ്രഹരിക്കുമ്പോൾ അവൻ ചുമച്ചുകൊണ്ട് കൂനിക്കൂരി. പെട്ടെന്ന് അവനൊന്ന് ഉയർന്നുകൊണ്ട് അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അർജുന് നേരെ ഓങ്ങുമ്പോൾ സൈഡിലേക്ക് തെന്നി മാറിയെങ്കിലും കൃത്യമായി അത് അർജുന്റെ നെറ്റിയിൽ തന്നെ വന്ന് പതിഞ്ഞു. ആ വേദന കൊണ്ടവൻ നെറ്റിയിൽ കയ്യമർത്തി. അതോടൊപ്പം കയ്യിൽ കിട്ടിയ ചേറി കൊണ്ട് മുന്നിൽ നിൽക്കുന്നവന്റെ തല നോക്കി ആഞ്ഞടിക്കുമ്പോൾ അവൻ നിലത്തേക്ക് വീണുപോയി. കാലു കെട്ടിയവനെ നെഞ്ചിൽ പ്രഹരിച്ചുകൊണ്ട് അർജുൻ അവൻ വലിച്ചിടിച്ച് പുറത്തേക്കിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ തോർത്തത്.
പുറത്തേക്കിറങ്ങി അതേ വേഗത്തിൽ അവൻ അകത്തേക്ക് ഓടിക്കേറി. ചുറ്റും കൂടി നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ നിലത്തെ ചുമരിൽ ചാരി അനക്കമില്ലാതിരിക്കുന്ന മാളുവിൻ്റെ അടുത്തായി വന്നിരുന്നു. മാളവിക. അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ട അർജുൻ്റെ ശബ്ദം നിടറിപ്പോയി. നേരിയ ഭയം പോലും തോന്നിപ്പോയി അവന്. മാളവിക. അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് കുലുക്കുമ്പോൾ മാളവൻ്റെ കയ്യിലേക്ക് ഊർന്നു വീണു. അർജുൻ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവളെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടിയിറങ്ങി. ആ നേരം കൊണ്ട് മറ്റവനെ അർജുൻ്റെ ആൾക്കാർ അവിടുന്ന് കൊണ്ടുപോയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം മയുവിനെ ശ്രേഷ്ഠവ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിലായിരുന്നു. ഡോക്ടർ ഒരു പ്രതീക്ഷയും അവനോട് പറഞ്ഞതുമില്ല. ശ്രേഷ്ഠവിടക്ക് അർജുനെ ഫോണിൽ വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അർജുൻ വന്നത്. ഡോക്ടർ എന്താ പറഞ്ഞത്? അവൾ ഓക്കെ അല്ലേ? വന്ന ഉടനെ അർജുൻ ചോദിച്ചത് അതാണ്. എന്നാൽ ശ്രേഷ്ഠവ് അതിന് മറുപടി പറയാതെ മുഖം മാറ്റുമ്പോൾ അർജുൻ നെറ്റിയൊന്നൊഴിഞ്ഞു. ഞാൻ മാധവനോട് എന്താടാ പറയുക? അവളെനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നോ? ഞാനിവിടെ ഉണ്ടെന്ന ധൈര്യമായിരുന്നവന്. അർജുൻ സർവവും നഷ്ടമാകുന്ന പോലെ ചുമരിൽ ചാരി നിൽക്കുമ്പോൾ ശ്രേഷ്ഠവ് അർജുൻ്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചു. അർജുൻ, മാളവിക? ശ്രേഷ്ഠവ് ഒരു സംശയത്തോട് ചോദിച്ചു. ഇവിടെ ഉണ്ട്. ഇടയ്ക്കൊന്ന് ബോധം പോയി. പെട്ടെന്നുള്ള ഷോക്ക് കാരണം ട്രിപ്പ് ഇട്ടേക്കുവാ. അർജുൻ അതും പറഞ്ഞ് ചുമരിൽ ചാരി കണ്ണുകൾ അടച്ചു നിന്നു. മണിക്കൂറുകൾ മെല്ലെ മെല്ലെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ആകാശം ഒന്ന് വന്നുപോയി. അർജുനെ മുഖം കൊടുക്കാനുള്ള ഭയം കൊണ്ടും തന്നെ കണ്ടാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടും അർജുൻ്റെ മുന്നിലേക്ക് അവൻ പോയില്ല. ഹോസ്പിറ്റലിന് പുറത്ത് നിൽക്കുമ്പോഴും തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് മാളുവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവർ തിരക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ആവണിയെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു. ദക്ഷ വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് വിവരം അറിഞ്ഞ ആരവും അവിടേക്ക് വന്നു. അർജുൻ്റെ അടുത്തേക്ക് പോകാൻ പോലും അവനെ കൊണ്ട് കഴിഞ്ഞില്ല. തൻ്റെ അച്ഛനും അനിയത്തിയുമാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള ഭയമുണ്ടായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠവിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഞെട്ടിലുപരി അവിശ്വസിദ്ധിയായിരുന്നു ആരവിൽ. സമയം വീണ്ടും കടന്നു പോകുമ്പോൾ ഐസിയുവിൻ്റെ മുന്നിൽ അക്ഷമരായി നിൽക്കുകയാണ് അർജുനും ശ്രേഷ്ഠവും ആരവും ഒക്കെ. അർജുൻ ആരെയും നോക്കാതെ ചുമരിൽ ചാരി കണ്ണുകളടച്ച് നിൽക്കുമ്പോൾ നെറ്റിയിൽ നിന്നും അപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. നിലത്തെ പുൽപ്പായയിൽ കിടത്തിരിക്കുകയാണ് മയുവിൻ്റെ മൃതശരീരം. തലഭാഗത്ത് നിലവിളക്കും നാളികേരവും ഉടച്ച് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തിരിഗന്ധം ഓരോ മനസ്സും മടുപ്പിക്കുന്ന തരത്തിലായിരുന്നു. സിന്ധു തൻ്റെ മകളെ വിളിച്ച് അലറിക്കരയുമ്പോൾ മാള് തൻ്റെ അനിയത്തിൻ്റെ ജീവനില്ലാത്ത ശരീരത്തെ കെട്ടിപ്പിടിച്ച് ഒരേ കിടപ്പായിരുന്നു. ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതും അപ്പുറമായിരുന്നു മുന്നിലെ കാഴ്ച. ശ്രീധരൻ കാര്യം പറഞ്ഞ് കുഴഞ്ഞു വീണതും അയാൾ ആകാശം ഫ്രണ്ട്സും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാർമേഘത്താൽ ആകാശം മുഴുവൻ ഇരുണ്ടു കൂടുമ്പോൾ തുള്ളിക്കൊരു കുടം കണക്കെ പെയ്തിറങ്ങി. ആ മുറ്റത്തേക്ക് വന്നു നിന്ന കാറിൽ നിന്നും മാധവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീർ മഴക്കൊപ്പം വലിഞ്ഞു ചേർന്നു. അർജുൻ. ഉമ്മറത്തെ ചേരിൽ തലയും താഴ്ത്തിയിരുന്ന അർജുൻ്റെ തോളിൽ ശ്രേഷ്ഠവ് ഒന്ന് തട്ടുമ്പോൾ അവൻ മുഖമേറ്റി നോക്കി. ശ്രേഷ്ഠവ് കണ്ണുകൾ കൊണ്ട് പുറത്തേക്ക് കാണിക്കുമ്പോൾ അർജുനും അവിടേക്ക് നോക്കി. അകത്തേക്ക് വരുന്ന മാധവനെ കണ്ട് അർജുൻ ഇരുന്നേടത്തും എഴുന്നേറ്റ് പോയി. ശരീരവും മുഖവും മഴയിൽ നനഞ്ഞു പോയിരുന്നു. എന്നാൽ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കാണുകെ അർജുൻ അവൻ ആഞ്ഞു പുടർന്നു. എന്നെ ഒറ്റക്കാക്കി അവൾ പോയില്ലേ അർജുൻ? ഒലിച്ചിറങ്ങിയ കണ്ണുകൾക്കിടയിലും മാധവ ഇടർച്ചയോടെ മെല്ലെ പറയുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ കൂടുതൽ അവനിൽ മുറുകി.